ഹായ് ഫ്രണ്ട്സ്, നമുക്കിതൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി വെച്ചാലോ. നാളെ വിഷുവാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മളിതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. മാമ്പഴ പുളിശ്ശേരിയും കിച്ചടിയും ഇഞ്ചിക്കറിയൊക്കെ തലേന്ന് രാത്രി നമ്മൾ ഉണ്ടാക്കി വയ്ക്കും. ഇത് ചെറിയ മാമ്പഴം കേട്ടോ. ചെറിയെന്ന് വെച്ചാൽ എന്താ പറയുക, കണ്ണിമാങ്ങയുടെ ഒഴിപ്പേ ഉള്ളൂ. നല്ല നാടൻ മാമ്പഴം. അത് അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ അടുത്ത മുറിയിൽ വരെ മണം വരും. അത്രയ്ക്കുള്ള നമ്മുടെ നാട്ടുമാവ്. അത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം അതിൻ്റെ തൊലിയൊന്ന് പതുക്കെ ഇളക്കി മാറ്റുക. അപ്പം കഴിക്കാൻ എളുപ്പമുണ്ട്. മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ഇച്ചിരി മുഴുത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ 2 വശം പൂളി ഇടത്തേ ഉള്ളൂ. 2 വശം പൂളി ഇടുകയും ചെയ്യും. ആ മാങ്ങയുടെ അത് അങ്ങനെ തന്നെ ഇടുകയും ചെയ്യും. അപ്പോൾ ഇപ്പം നമുക്ക് തൊലികളെല്ലാം ഇളക്കി മാറ്റി ഒരു എരിവിനുള്ള പച്ചമുളക് 2ഓ 3ഓ പച്ചമുളക് കൂടി കീറി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ കൂടി ചേർത്തിട്ടാണ് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ മാമ്പഴമായി ആവശ്യമുള്ള പച്ചമുളകായി. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ പിങ്ക് സാൾട്ടാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി മഞ്ഞൾ പൊടിയാണ് ഇടുന്നത്. കുറച്ച് മഞ്ഞൾ പൊടി. ഇനി കുറച്ച് മുളക് പൊടി കുറച്ചിടാം, ഒരു പേരിന്, അതായത് ഒരു 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 ലൈറ്റ് നിറം കിട്ടാൻ വേണ്ടി മാത്രം. പിന്നെ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഉപയോഗിക്കാം. ഞാനിപ്പോൾ പഞ്ചസാര ഉപയോഗിക്കുന്നത്. പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് അവസാനം ആകുമ്പോഴേക്കും ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്താലും മതി. 1 കപ്പ് വെള്ളം ചേർത്തു നമ്മൾ വേവിക്കാൻ വയ്ക്കുന്നു. ഇനി മാങ്ങ നന്നായിട്ട് വെന്ത് അതിനകത്ത് പുളിയൊക്കെ ഇറങ്ങണം, മധുരമൊക്കെ ഇറങ്ങണം. ഇതിനകത്ത് ഉപ്പും പുളിയെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു അവർ തമ്മിൽ കൂട്ടായി എല്ലാം നന്നായി യോജിച്ച് മാങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിനുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിനകത്ത് ചേർക്കുന്ന അരപ്പില്ല, തേങ്ങയുടെ അരപ്പ്. അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയുടെ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി. അരപ്പരയ്ക്കുമ്പോഴും മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിൽ നിറം ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ ചേർത്താലും ശരി. അല്പം ജീരകം ചേർക്കുക. മഞ്ഞൾപ്പൊടി ജീരകം മാത്രം മതി. മഞ്ഞൾപ്പൊടി ജീരകവും തേങ്ങയും കൂടി നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തന്നെ ഉറവച്ചിട്ടുള്ള തൈര്, പാല് ഉറവച്ചിട്ടുള്ള തൈര്, നല്ല അടിപൊളി കട്ട തൈരാണ്. നെയ്യൊക്കെ മുകളിൽ പൊങ്ങി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊഴിച്ചിട്ട് അങ്ങോട്ട് അരയ്ക്കുക. വെള്ളം ഒഴിച്ചല്ല അരയ്ക്കുന്നത്. കാളന് വെള്ളം തൊടത്തില്ല, അല്ലെങ്കിൽ പുളിശ്ശേരിക്ക് ഇതുപോലുള്ള പുളിശ്ശേരികൾക്കൊന്നും വെള്ളം തൊടത്തില്ല. വെള്ളം തൊടാതെ അരച്ചത് ഈ ഉള്ള വെള്ളമില്ലേ, ഈ വെള്ളമേ കറിക്ക് വരത്തുള്ളൂ. ഇതിലേക്ക് നമുക്ക് അരപ്പ് നല്ല വടി അരയണം കേട്ടോ, നല്ല പേസ്റ്റായിട്ട് അരയണം. അപ്പം അരപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തിളയ്ക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ എന്താ വേണ്ടേ ഇനിയും? അതിനെ നമുക്ക് സുന്ദരനാക്കണ്ടേ, പുളിപ്പിച്ച് കണ്ണിരിപ്പിട്ടിടണ്ടേ. അപ്പോൾ നമുക്ക് കടുക് വറുക്കണം അല്ലേ. കടുകും ഉലുവയും ഉണക്കമുളകും കറിവേപ്പിലയും, ഇത് 4 ഐറ്റമേ നമ്മൾ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളൂ. അപ്പം ഇതുണ്ടോ, ആ പതയുന്നില്ല, പതഞ്ഞ് പൊങ്ങുന്നില്ല. ആ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. തിളച്ചിട്ടില്ല. അപ്പോൾ ഇനി ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് കടുക് തളിച്ചിടാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കി അവിടെയൊക്കെ പടക്കം പൊട്ടുന്നിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുക. വിഷു തലേന്നല്ലേ ഇന്ന്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ആവശ്യമുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരല്പം ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയിട്ട് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. നമുക്കിതിലേക്ക് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. ഉലുവ കൂടി പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഉണക്കമുളക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം മഞ്ഞ കളറല്ലേ, അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് മുളക് പൊടി കൂടി നമ്മൾ ചേർത്തിട്ടാണ് തീ ഓഫ് ചെയ്യുന്നത്. ഒരു നുള്ള് മുളക് പൊടി ചേർത്തു, അത് തീ ഓഫ് ചെയ്തു. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നാളെ വിഷുവാണ്. രാവിലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും. രാവിലെ തന്നെ കണ്ടിട്ട് എല്ലാവരും ചെയ്യണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ നാളത്തെ വിഷു എല്ലാവരും അടിച്ചു പൊളിക്കുക. കാളനും കിച്ചടിയും അവിയലും ഒക്കെ കൂട്ടി നല്ലൊരു അടിപൊളി സദ്യ വെച്ച്
പപ്പായ പായസം നമ്മൾ ഇട്ടിട്ടുണ്ട്, അതും കൂട്ടി നല്ലൊരു സദ്യ കഴിക്കുക. ബൈ, താങ്ക് യു.